മകൻ അമ്മയെ ചില്ല് ഗ്ലാസ് ഉപയോഗിച്ച് തലക്കടിച്ചു വീഴ്ത്ത ശേഷം തല കട്ടിലിടിപ്പിച്ചു കൊലപ്പെടുത്തി. മണിയാറൻകുടി സ്വദേശിയായ പറമ്പുള്ളിയിൽ തങ്കമ്മയാണ് മകൻ സജീവ് കൊല്ലപ്പെടുത്തിയത്. സംഭവം നടന്ന് കഴിഞ്ഞ മാസം 30-ന് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തങ്കമ്മ 7-ാം തീയതി മരിച്ചിരുന്നു. പ്രതി സജീവനെ ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 30-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടാകുന്നത്. മണിയാറൻകുടി സ്വദേശിനിയായ പറമ്പുള്ളിയിൽ തങ്കമ്മയെ മകൻ സജീവ് ചില്ല് ഗ്ലാസ് ഉപയോഗിച്ച് തലക്കടിച്ചു വീഴ്ത്തുകയായിരുന്നു. 80 വയസ്സുള്ള കിടപ്പുരോഗിയായ തങ്കമ്മയെ മകൻ സജീവ് തന്നെയാണ് ശുശ്രൂഷിച്ചിരുന്നത്. സജീവും തങ്കമ്മയും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. മേസ്ത്രി ജോലിക്കാരനായ സജീവ് മദ്യപിച്ച് എത്തിയ ശേഷമാണ് തങ്കമ്മയ്ക്ക് 30-ാം തീയതി വൈകിട്ട് ഭക്ഷണം നൽകുന്നത്. ഭക്ഷണം കഴിക്കാൻ വിമുഖത കാണിച്ച തങ്കമ്മയ്ക്ക് സജീവ് നിർബന്ധിച്ച് ഭക്ഷണം വായിൽ വെച്ചു കൊടുത്തു. എന്നാൽ തങ്കമ്മ ഭക്ഷണം പുറത്തേക്ക് തുപ്പി. ഇതിൽ പ്രകോപിതനായ സജീവ് കയ്യിൽ കരുതിയിരുന്ന ചില്ല് ഗ്ലാസ് ഉപയോഗിച്ച് തങ്കമ്മയുടെ മുഖത്ത് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തെ തുടർന്ന് കട്ടിലിൽ നിന്ന് താഴെ വീണ തങ്കമ്മയെ സജീവ് കയ്യിലെടുത്ത് തല കട്ടിലിൽ ഇടിപ്പിച്ചു. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെയാണ് പിറ്റേ ദിവസം സജീവ് തങ്കമ്മയെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് തങ്കമ്മയുടെ മുഖത്തുണ്ടായ മുറിവിൽ സംശയം തോന്നുകയും വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയത്തേക്ക് അയക്കുകയും ചെയ്തു. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് 5-ാം തീയതി തങ്കമ്മയെ എത്തിച്ചു. ഇവിടെ ചികിത്സയിലായിരിക്കെ 7-ാം തീയതിയാണ് തങ്കമ്മ മരിക്കുന്നത്. തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതോടെ മകൻ സജീവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതോടെ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയെ മണിയാറൻകുടിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇൻക്വസ്റ്റ് ചെയ്ത സമയത്ത് തങ്കമ്മയുടെ ശരീരത്തിലുള്ളൊരു മുറിവ് ശ്രദ്ധയിൽപ്പെട്ട അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമ്പോഴാണ് ഒരു മർഡർ ആവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാകുന്നത്. ആ മുറിവ് മുഖത്തുള്ള പരിക്കുകളും മുറിവാണ്. ഇയാളുടെ മൊഴിയിലുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളാണ് ഇത് മർഡറാണെന്ന് മനസ്സിലാവും. അതേസമയം സജീവ് കാര്യമായ പ്രശ്നക്കാരനായിരുന്നില്ല എന്നും എന്ത് കാരണത്താലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായതെന്നും അറിയില്ലെന്നുമാണ് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം വരെ അവൻ ഞങ്ങൾ അമ്മനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുപോയി വിടാന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞതായിരുന്നു. ഇന്ന് നോക്കാൻ പറ്റില്ലെങ്കിൽ അന്നേരം പറഞ്ഞ് ഞാൻ തന്നെ നോക്കിക്കോളാന്നും പറഞ്ഞ് എല്ലാം റെഡിയായതാണ്. ഇനി എന്ത് പറ്റി എന്നുള്ളതിനെ കുറിച്ച് പണിക്ക് പോകുമ്പോഴൊക്കെ അമ്മ നോക്കുന്നതാണ്. രാവിലെ അതുകൂടെല്ലാം കൊടുത്തേച്ച് പോകുന്നു. പിന്നെ ഇവിടെ അയൽക്കാരെല്ലാവരും കൂടിയാണ് കുളിപ്പിക്കാൻ പുറക്കും എല്ലാം ചെയ്ത് സാധനങ്ങൾ എടുത്ത് കൊടുത്തോണ്ടിരുന്നത്. ഇത് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനും പറയുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഞാൻ ചോദിച്ചതാണ്, അന്നേരം എല്ലാം ചോദിച്ചതാണ്. എന്തെങ്കിലും സംഭവിച്ചാണോന്ന് വരെ ചോദിച്ചിട്ട് അവനൊന്നും മിണ്ടിയില്ല നമ്മുടെ അടുത്ത്. ഇന്നലെ ഇപ്പൊ ഒരു 11 മണിയായപ്പോഴത്തേനാണ് ഇന്നപോലെ അവനെ ചെയ്തതെന്നുള്ളൊരു കൂട്ട് നമ്മൾ അറിഞ്ഞത് തന്നെ. പലകുറി തങ്കമ്മയെ മറ്റൊരു അഭയകേന്ദ്രത്തിലേക്ക് മാറ്റാമെന്ന് വാർഡ് മെമ്പർ ഉൾപ്പെടെ പറഞ്ഞിരുന്നുവെങ്കിലും താൻ തനിയെ നോക്കിക്കൊള്ളാമെന്ന് സജീവ് അറിയിക്കുകയായിരുന്നു. തെളിവെടുപ്പിന് ശേഷം സജീവിനെ കോടതിയിൽ ഹാജരാക്കി. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.